ഹായ് ഓൾ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇതൊരു സ്റ്റഡി വ്ളോഗാണ്. ആദ്യം തന്നെ പഠനത്തിലേക്ക് കടക്കണേക്കാട്ടിലും മുന്നേ തന്നെ ഞാൻ എൻ്റെ പേര് പറയാം. ജസ്റ്റ് എന്നെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാണ്ട് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താൽ അതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവില്ല എന്ന് തോന്നി. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ജസ്റ്റ് പഠനത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ പേര് നീതു എന്നാണ്. തൃശ്ശൂരാണ് കേട്ടോ വീട്. ഇവിടെ ഹസ്ബൻഡ് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യണു. അപ്പോൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. പിന്നെ എനിക്ക് ഒരു മോനും ആണുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2.5 വർഷമായിട്ട് PSC നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ 2024 LTC കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഈ ഡിസംബർ ജനുവരിയിൽ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ 2 എക്സാം ഉണ്ടായിരുന്നു, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ജനറൽ PSCന്ന് ശരിക്കും ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഈ ASM എക്സാമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ഗാദി ബോർഡിൻ്റെ ഒക്കെ എക്സാം ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് കിട്ടാനുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ASMന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മെയിനായിട്ടൊരു ഇപ്പോൾ ലാസ്റ്റ് നടന്നിട്ടുള്ള 10 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OAയുടെയാണ് ഇപ്പോൾ നോക്കി അതിൻ്റെ മെയിനായിട്ടുള്ള ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വന്നു എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് പഠിച്ച് മുന്നോട്ട് പോകാമെന്നാണ് കേട്ടോ ഇപ്പോൾ കരുതുന്നത്. കാരണം എന്താണെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഓഗസ്റ്റ് ഒക്ടോബർ ആണല്ലോ നമ്മുടെ എക്സാമിൻ്റെ ടൈം ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു വാസ്റ്റായിട്ടുള്ളൊരു സ്റ്റഡിക്കുള്ള സമയം എന്തായാലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ മുൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് പഠിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് OAയുടെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഡിലീഷനൊക്കെ വന്നിട്ട് കുറേ പേരും ശരിയാക്കിയിട്ടുള്ള ഭാഗങ്ങൾ എന്നൊക്കെ തന്നെയാണ് ഡിലീഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലത്തെ മെയിൻ ടോപ്പിക്ക് എഴുതി വെച്ചിട്ട് അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേട്ടോ ഇപ്പോൾ നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങൾ എഴുതി വെച്ചിട്ട് അത് റാങ്ക് ഫയലിൽ നോക്കിയിട്ട് പഠിക്കേണ്ടതാണ് എനിക്കിപ്പോൾ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഒരു റാങ്ക് ഫയൽ എടുത്ത് നമ്മൾ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഇങ്ങനെ മാറ്റി നോക്കുന്നതിനെക്കാട്ടിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡായിട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഇങ്ങനെ വാരി വലിച്ച് പഠിക്കണേക്കാട്ടിലും ഒരു സ്മാർട്ട് സ്റ്റഡി ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഈ ASMനൊക്കെ നോക്കണവർ. പിന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് എക്സാം നടക്കാനായിട്ട് തൊട്ടടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദിവസം. അതിന് പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ഈ SCRT ബുക്ക് അതുപോലെ തന്നെ അത്യാവശ്യം യൂട്യൂബ് ക്ലാസ്സും ഇംഗ്ലീഷിനൊക്കെ ഞാൻ എൻ്റെ പഴയ നോട്ടുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഈ ശ്രുതീസ് ലേണിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനൽ ഒക്കെ പലർക്കും പരിചയം ഉണ്ടാവും. അതിനകത്ത് ആ മാം 2024 കംപ്ലീറ്റ് ആയിട്ടുള്ള PYQ അതുപോലെ 2025 ഈ വർഷം മുഴുവനായിട്ടുള്ള PYQ ഇതുവരെ വന്നിട്ടുള്ള എക്സാമുകളുടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ഇംഗ്ലീഷ് കവർ ചെയ്യാനാണ് നോക്കണത്. ഇംഗ്ലീഷും മലയാളവും എല്ലാ ദിവസവും തന്നെ നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം. എന്താണെങ്കിൽ ആ ഒരു 20 മാർക്ക് 10 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 20 മാർക്ക് അങ്ങനെ തന്നെ കിട്ടുമല്ലോ. ഓരോന്നിലും 8 മാർക്ക് വെച്ചിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ 16 മാർക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡുള്ള ലെവലിലേക്ക് ആയിട്ടില്ല. ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OAയുടെയൊക്കെ എക്സാമിൽ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു പാറ്റേൺ ആയിരുന്നു ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ LDCയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റുകാർക്ക് ആ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ ഒക്കെ പേപ്പർ അത്യാവശ്യം നല്ല ടഫ് തന്നെയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് എങ്ങനെ പരീക്ഷ വരും എന്നുള്ളത് ഒരു പിടിയുമില്ല ശരിക്കും. ചിലപ്പോൾ നന്നായി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാവും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ കറണ്ട് അഫെയർസൊക്കെ ഇപ്പോൾ പഠിക്കാനായിട്ട് ഒരുപാട് സോഴ്സുകളുണ്ട്. എല്ലാ ടെലഗ്രാം ചാനലുകളിലും ഒരുവിധം പേരും PSC കാൻഡിഡേറ്റ്സ് എല്ലാവരും പലരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഈ പത്രവാർത്തകൾ അതുപോലെ തന്നെ വൊക്കാബ്സ്പീഡിയ, ഇംപെറ്റസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ പല ചാനലുകളുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ഡെയിലി കറണ്ട് അഫെയർസ് ഇടുമ്പോൾ ഇപ്പോൾ അത്രയധികം ഞാൻ മുന്നത്തെ പോലെ എഴുതിയെടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ അധികം പെട്ടെന്ന് വായിച്ച് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് എടുക്കുകയാണെങ്കിൽ അത് ഇന്ന് രാത്രി നോക്കുമ്പോൾ നാളെ അതൊരു 2-3 പ്രാവശ്യം വീണ്ടും വായിച്ച് അങ്ങനെ ഓർത്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. ആദ്യമൊക്കെ നന്നായി എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എഴുതിയെടുക്കാണ്ട് പെട്ടെന്ന് വായിച്ച് വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണ് ചെയ്യണത്. പിന്നെ SCRT ഒക്കെ പഠിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ലക്ഷ്യയുടെ ബുക്കാണുള്ളത്. പിന്നെ മാറ്റം വന്നിട്ടുള്ള ബുക്കുകൾ
സോഫ്റ്റ് കോപ്പി നോക്കിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. SCERT PDLൊക്കെ എല്ലാ ചാപ്റ്റേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നോക്കി വായിച്ചിട്ട് ആവശ്യമുള്ള പോയിൻറ്റ്സ്, റാങ്ക് ഫയലിൽ ഇല്ലാത്ത പോയിൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ SCERTയുടെ ബുക്കുകൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലത്തെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ആ ഒരു ചാപ്റ്ററാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് കിട്ടാനുള്ള പോയിൻറ്റ്സൊക്കെ ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ പേജിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ബുക്കുകൾ കാണുന്നതിനെക്കാട്ടിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ പേജ് എക്സ്ട്രാ പോയിൻറ്റ്സ് എഴുതി ഒട്ടിക്കുകയാണെങ്കിൽ അത് സമയം കളയില്ല, പിന്നെ നമുക്ക് പെട്ടെന്ന് മറിച്ച് റിവിഷൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലുള്ള പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ തന്നെ ഉള്ളിൽ തന്നെ വേറൊരു പേജിലാക്കിയിട്ട് എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ പഠിച്ച് നോക്കാറുണ്ട്. പിന്നെ എക്കണോമിക്സും കലാ സാഹിത്യം, അത് എനിക്ക് അത്യാവശ്യം നല്ല കട്ടി ടോപ്പിക്കാണ്. എനിക്ക് അത്യാവശ്യം എപ്പോഴും ടഫായിട്ട് തോന്നാറുള്ള ടോപ്പിക്കുകളാണ്. അതിനിപ്പോൾ ഞാൻ യൂട്യൂബ് ക്ലാസ്സുകൾ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കസ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സുകളാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. ഈ AISM എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് പഠിക്കണത്. ഇത് കഴിഞ്ഞിട്ടുള്ള കമ്പനി ബോർഡ് അതിൻ്റെയൊക്കെ എക്സാം വരുമ്പോഴേക്കും റാങ്ക് ഫയൽ വെച്ചിട്ട് ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഇനി ഓഗസ്റ്റ് വരെ ഇനിയിപ്പോൾ ഈ PYQ ഡിസ്കഷൻ അങ്ങനെ കണ്ട് പഠിക്കാനാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. എങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഒരുവിധം പോർഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കറണ്ട് അഫെയർസ് എന്തായാലും ഡെയിലി നോക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ആ 4 ഓപ്ഷൻ കാണുമ്പോൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് അത് കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും പോൾ ക്വസ്റ്റ്യൻ ചെയ്യണത്. സോ AISM പ്രിപ്പറേഷൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ഇത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഡേ ബൈ ഡേ എത്രത്തോളം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് പല കാര്യങ്ങളും കോഡിലൂടെ പഠിക്കുമ്പോൾ കുറേയും കൂടി ഓർമ്മ നിൽക്കുമല്ലോ. അതിപ്പോൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന കോഡാണെങ്കിലും വേറൊരാൾ ഉണ്ടാക്കിയിട്ട് കേട്ടിട്ട് പഠിക്കുന്നതാണെങ്കിലും പലർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോഡുകൾ ഒരു ദിവസം എത്രത്തോളം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അടുത്ത ദിവസങ്ങളിലെ വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ എല്ലാവരും അപ്പോൾ നല്ല സ്മാർട്ടായിട്ട് കുറച്ച് സമയം കൊണ്ട് നല്ല കൂടുതൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ ഹാപ്പി ലേണിംഗ്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.